ഇന്ന് ഞാനൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 4 സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് കൂടെ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു 3.5 സ്പൂൺ പഞ്ചസാര കൂടി ഇടണേ. മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നല്ല ലൂസായിട്ടിരുന്നാലേ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇതുപോലെ നല്ല ലൂസായിരിക്കണേ. ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ തട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഈ തട്ടിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇനി ഈ തട്ടിലേക്ക് നമുക്ക് അരച്ച് വെച്ച മാവ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ അടുത്ത തട്ടിലും ഇങ്ങനെ തന്നെ ചെയ്ത് മൂടി വെച്ച് വേവിക്കണം. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാവൂ. ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി എടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ലതുപോലെ എടുക്കാം നമുക്ക്. ചൂടോടുകൂടി എടുത്താൽ നല്ല സോഫ്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.